പൗലോസ്, സ്ഥലം വിരാജപേട്ട. എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത് എഴുതുന്നത്. എൻ്റെ തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ച് കുറേ കാലം മരുന്ന് കഴിച്ചു. പിന്നീട് ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്ത് ആ മുഴ നീക്കം ചെയ്യണമെന്ന്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ആവിലായി പള്ളിയിൽ വന്ന് രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം ആരാധനാവേളയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, തൊണ്ടയിൽ മുഴയുള്ള ഒരാളെ ദൈവം സുഖപ്പെടുത്തുന്നുവെന്ന്. പിന്നീട് നോക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ ആ മുഴ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇത്ര വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന മുഴ ശുശ്രൂഷയുടെ സമയത്ത് യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ മുഴ അപ്രത്യക്ഷമാകാൻ കർത്താവ് ഇടവരുത്തിയ വലിയ അത്ഭുതത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അവർക്ക് വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് ജോസ്. ഞാൻ വെള്ളാട് ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് നടുവിന് വേദന വന്ന് നടക്കാൻ പറ്റില്ലായിരുന്നു. മരുന്ന് ചെയ്തിട്ടും ഒരു ഫലവുമില്ലായിരുന്നു. ഒട്ടും നടക്കത്തില്ലായിരുന്നു. മംഗലാപുരത്ത് പോയി MRI എടുത്തപ്പോൾ നട്ടെല്ലിന് 3 സ്ഥലത്ത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്താൽ 1% പോലും വിജയസാധ്യതയില്ല എന്നും പറഞ്ഞു. ഞങ്ങൾ ആവിലാപ്പള്ളിയിൽ വന്ന് റാപ്സനച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു 33 വ്യാഴാഴ്ച പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ. 15 വ്യാഴാഴ്ചയാകുമ്പോൾ സാക്ഷ്യം പറയാനാകുമെന്നും അച്ഛൻ പറഞ്ഞു. 15 വ്യാഴാഴ്ചയായപ്പോൾ എനിക്ക് നടക്കാനും പണി ചെയ്യാനും സാധിക്കുന്നുണ്ട്. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നട്ടെല്ലിന് ഒരു മേജർ സർജറി ഡോക്ടർമാർ നിർദ്ദേശിച്ചതാണ്. ആ മേജർ സർജറിക്കും ഒരു ഗ്യാരണ്ടി ഇല്ല എന്നൊരവസ്ഥയിലാണ് സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കരമുറക്കാവോ? സാക്ഷ്യം വായിച്ച ഇവിടെ ഇരിക്കുന്നുണ്ടോ? നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അന്തർ കണ്ടതും കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാന്ദ്ര, സ്ഥലം ഉളിക്കൽ. കുറച്ചുനാൾ മുമ്പ് എനിക്ക് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഛർദിയായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും കാണിച്ചിട്ടും മാറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ റാപ്സനച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞത് പ്രകാരം 33 പ്രാവശ്യം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലി. അതിൻ്റെ ഫലമായി എൻ്റെ ഛർദി പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്മിത, സ്ഥലം കുന്നോത്ത്. എൻ്റെ ഭർത്താവിന് സ്ഥിരമായി തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആസ്പത്രിയിൽ കാണിക്കുകയും എന്നാൽ അതിന് ഒട്ടും കുറവില്ലാതാകുകയും ചെയ്തു. അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി തലകറക്കം പൂർണ്ണമായും മാറിക്കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഇറ്റലിയിൽ പോയതിനു ശേഷം എൻ്റെ ഭർത്താവിന് ഭയങ്കര വിഷമവും ടെൻഷനും കൂടുകയായിരുന്നു. ആവിലായിലെ പ്രാർത്ഥന കൂടുകയും അച്ഛനെ വന്ന് കാണുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എല്ലാം പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും
പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. നമുക്ക് കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് എല്ലാം ഈശോയെ, ഈശോയെ, അങ്ങയുടെ കരുണയിൽ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എൻ്റെ പേര് ജോസ് ജോർജ്. ഞാൻ ചെമ്പന്തൊട്ടിയിൽ നിന്നും വരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ്റെ അമ്മയുടെ ചെവി പഴുപ്പ് മൂലം പൊട്ടിയൊലിക്കുന്നുണ്ടായിരുന്നു. അലോപ്പതിയും ആയുർവേദവും ചെയ്തിട്ടും ഒരു കുറവുമില്ലായിരുന്നു. അമ്മയ്ക്ക് 85 വയസ്സുണ്ട്. പ്രായാധിക്യവും ആരോഗ്യക്കുറവും മൂലം ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയിരിക്കെ ഞാൻ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും മുട്ടിലിടുകയും കൂടാതെ ഒക്ടോബർ 6 ഇവിടെ നടന്ന രോഗസൗഖ്യ ആരാധനയിൽ അമ്മയെ ഓൺലൈനായി സംബന്ധിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ആ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടി. ഇപ്പോൾ 2 മാസമായിട്ട് അമ്മയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവര്, ഒരു മേജർ മിറക്കിൾ എന്ന് പറയാവുന്ന ഒരു അത്ഭുതമാണ്. 85 വയസ്സുള്ള ഈ അമ്മച്ചിയുടെ ചെവി പൊട്ടി ഒഴുകുന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുന്നു. പക്ഷേ ഈ 85-ാമത്തെ വയസ്സിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യാനാണ് ചെവിക്ക്, അല്ലേ? അങ്ങനെ അത് ചെയ്യാതിരിക്കുന്നു. ഒക്ടോബർ 6-ാം തീയതി നമുക്കറിയാം, നമുക്ക് ഓർമ്മയുണ്ട്, അമ്മ ത്രേസ്യയുടെ തിരുനാളിന് മുമ്പ് നടന്ന ആ രോഗസൗഖ്യ ആരാധനയിൽ അമ്മച്ചി വീട്ടിലിരുന്ന് ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ഷൈബി. ഞാൻ പെരുമ്പുന്ന ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അച്ഛനെ കാണുവാനുമാണ് വന്നത്. അവൻ നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ എക്സാം ആയതിനാലാണ് ഞാൻ അച്ഛനെ കാണാൻ വന്നത്. അതുപോലെ തന്നെ എനിക്ക് കഠിനമായ നടുവേദനയും മുഴയും ഉണ്ടായിരുന്നു. അച്ഛനോട് പറഞ്ഞപ്പോൾ മുട്ടുകുത്തി തല കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞു. അച്ഛൻ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റ് അവിടെ മുഴയോ വേദനയോ ഉണ്ടോ എന്ന് നോക്കുവാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എനിക്ക് മുഴയും വേദനയും അവിടെ ഇല്ലായിരുന്നു. നടുവിന് വേദന മാത്രമല്ല, കഴുത്തിനും വേദനയുണ്ടായിരുന്നല്ലോ എന്ന് അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചു. എല്ലാ വ്യാഴാഴ്ചയും ഞാനിവിടെ വരുമ്പോൾ ഉച്ചത്തിൽ ഈശോയെ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചത് കഴിഞ്ഞതിന് ശേഷം ചാടിക്കൊണ്ട് കൈയടിച്ച് ഈശോയെ എന്ന് വിളിക്കുവാൻ എനിക്ക് സാധിച്ചു. നടുവിലുള്ള വേദനയും മുഴയും മാറ്റി തന്നു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. നട്ടലിലുണ്ടായിരുന്ന മുഴ കർത്താവെടുത്ത് മാറ്റിയതിനെ ഓർത്ത്, നടുവേദന കർത്താവെടുത്ത് മാറ്റിയതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും ശാന്തമായ യേശുനാമത്തിൽ പാപം നീ സൗഖ്യം നേടിയ യേശുനാമത്തിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി, സ്ഥലം ആനപ്പന്തി. സാക്ഷ്യം എഴുതാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് നവംബർ മാസം മുതൽ പനിയും ഛർദിയും വയറിളക്കവും വന്ന് 2 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. എൻ്റെ പനിയും ഛർദിയും മാറ്റിത്തരണമേ എന്ന് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് തോമസ്. എൻ്റെ ഭാര്യയുടെ രോഗസൗഖ്യത്തിനായിട്ടാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഒരാഴ്ചയിൽ കുറയാതെ വൈറൽ ഫീവർ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഷുഗർ കുറയുകയും
പ്രഷർ കൂടുകയും ശ്വാസം മുട്ടലും തലകറക്കവും ആയിരുന്നു. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതിന്റെ ഫലമായി എല്ലാ രോഗവും മാറി പൂർണ്ണ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ എടൂർ സ്വദേശിയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഒത്തിരിയേറെ ദൈവാനുഗ്രഹം കിട്ടി. ഞാൻ മൈസൂരിൽ നഴ്സിംഗ് പഠിക്കുകയാണ്. എൻ്റെ 1ാം വർഷത്തെ പരീക്ഷയ്ക്ക് ദൈവത്തെ കാര്യമായി പരിഗണിക്കാതെയാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അതിൽ ഞാൻ 2 വിഷയത്തിന് തോറ്റുപോയി. റിവാലുവേഷന് കൊടുത്തിട്ടും ഫലമുണ്ടായില്ല. 2ാമത്തെ ചാൻസിൽ ഞാൻ നന്നായി പ്രാർത്ഥിച്ച് എക്സാം എഴുതി സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫിലോമിന, സ്ഥലം വീർപ്പാട്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. UK പോകാൻ വേണ്ടി ഇന്റർവ്യൂ പാസ്സായി. എല്ലാ തടസ്സങ്ങളും മാറി വിസയും കിട്ടി അനുഗ്രഹിച്ചു. ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു സാക്ഷ്യം കൂടി എഴുതുന്നു. എൻ്റെ വയറ്റിൽ മുഴയായിരുന്നു. കുറേ മുഴകൾ ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലീഡിംഗ് ആയി. ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്യാൻ. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കാണിച്ചപ്പോൾ ചെറിയ ഒരു മുഴയേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരിയെ അനുഗ്രഹം ബന്ധിതനായ ഈശോ എനിക്ക് നൽകി. ഈ അനുഗ്രഹത്തിനെല്ലാം 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ റിപ്പോർട്ടിൽ കൂടുതൽ മുഴകളും വലിപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ബ്ലീഡിംഗ് മാറുകയും മുഴയുടെ വലിപ്പം കുറയുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അതുപോലെ UK പോകാനുള്ള വിസ ലഭിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. കൈയടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ മാൾട്ടയിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞ മാർച്ചിൽ തീരുകയും ചെയ്തപ്പോൾ ഞാൻ ആവിലാപ്പള്ളി വരികയും ഇവിടെ പ്രാർത്ഥനാ സഹായം എഴുതി കെട്ടിയിടുകയും ചെയ്തതിൻ്റെ ഫലമായി അവന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയും വിസ ലഭിക്കുകയും ചെയ്തു. അതുവഴിയായി അവൻ അവിടെ ജോലി ചെയ്യുവാനും ദൈവം അനുഗ്രഹം നൽകി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയുന്നു. അമ്മ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു. മകന് മാൾട്ടായിൽ ഡ്രൈവിംഗ് ലൈസൻസും ജോലിയും ലഭിച്ചു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് അഞ്ജു വിൽസൺ. ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് പ്രോമെട്രിക് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിച്ചു. അതിനായി ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും ജോസഫ് അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഷിൻഡോ. ഞാൻ കരിക്കോട്ടക്കരി ഇടവകയിൽ നിന്നും വരുന്നു. ഞങ്ങളുടെ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കരം കെട്ടിയ ചീട്ട് ഇവിടെ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സ്ഥലം വിൽപ്പന നടക്കുകയും ഞങ്ങൾക്ക് ഒരു പുതിയ വീട് വയ്ക്കുവാനും സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജുവൽ. അരീക്കമലയിൽ നിന്നും വരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ പപ്പയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം മറവി പോലെ വന്നു. കുറച്ചു നേരത്തേക്ക് ഒരു കാര്യവും ഓർമ്മയുണ്ടായിരുന്നില്ല. അടുത്തിടയ്ക്ക് നടന്ന എല്ലാ കാര്യങ്ങളും മറന്നുപോയതുപോലെ ആയിരുന്നു. ആ സമയത്ത് ഞാനും അമ്മയും ബന്ധിതനായ ഈശോയോടും ആവില അമ്മയോടും പ്രാർത്ഥിക്കുകയും റാപ്സൻ അച്ഛനോട് മെസ്സേജ് അയച്ച പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു സ്കാനിങ് നടത്തിക്കഴിഞ്ഞ് സാക്ഷ്യം പറയണമെന്ന്. പിന്നെ നെക്സ്റ്റ് ഡേ പോയി സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല എന്ന്. അതുപോലെ തന്നെ
ഞാൻ ഒരു ജോലി മാറിക്കയറുവാൻ വേണ്ടി കുറേ നാളുകളായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. അമ്മ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ലീവ് ഉള്ളപ്പോഴൊക്കെ ഞാനും വരുമായിരുന്നു. പ്രാർത്ഥനച്ചനെ കണ്ട് പ്രാർത്ഥന സഹായം തേടുകയും ചെയ്തിരുന്നു. അച്ഛൻ എപ്പോഴും ജോലി കിട്ടുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ നവംബർ മാസം എനിക്കൊരു നല്ല കമ്പനിയിൽ നല്ല പൊസിഷനിൽ ജോലി ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസത്തിലെ ഒരു നേർച്ചയിലൊക്കെ പങ്കെടുത്ത് ജോലി തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. നവംബർ മാസത്തിൽ നല്ല ജോലി നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈശോയ്ക്ക് 1000 സ്തുതി. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം 4 മാസമായി നിർത്തി. ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നുവെന്ന് മഹിത വീർപ്പാട്. കരമടിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. 4 മാസമായിട്ട് നിർത്തിയത് ഇനി ഒരിക്കലും അവർ തുടങ്ങാനിട വരാതിരിക്കട്ടെ. ഉറക്കെ വിളിക്കാം, ഈശോയേ. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് സ്മിത, സ്ഥലം എടത്തൊട്ടി. എൻ്റെ ഭർത്താവിന് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. 3.5 മാസത്തോളം ജോലിയില്ലാതെ വിഷമിച്ചു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എങ്കിലും ഓരോരോ കാരണത്താൽ ജോലി ലഭിക്കുന്നത് നീണ്ടുപോയി. ജോലി ലഭിച്ചു എന്ന സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് ഞാൻ നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ക്രിസ്മസ് ദിനത്തിൻ്റെ തലേന്നായപ്പോഴേക്കും ഒരു നല്ല ജോലി ലഭിച്ചു. 26-ാം തീയതി തന്നെ വിസ ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ജോലി ലഭിക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്തുറക്കെ വിളിക്കാം, ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റ് ചൊല്ലാം, ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പേര് നിമിഷ. ഞാൻ കണിച്ചാറിൽ നിന്നും വരുന്നു. എൻ്റെ യൂട്രസിൽ 1 വർഷം മുമ്പേ സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ അച്ഛനെ വന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറയാനായിട്ട് പോരെ എന്ന്. ബയോപ്സി റിസൾട്ട് വന്നു, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അത് വിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. മൊത്തം തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ പറഞ്ഞു, ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലണമെന്നും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിക്കണമെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ 8 ആഴ്ച മുടങ്ങാതെ പള്ളിയിൽ വന്നു. ബന്ധിതനായ ഈശോയുടെയും മാവില അമ്മയുടെയും മധ്യസ്ഥതയാൽ ഞങ്ങളുടെ സ്ഥലം വിൽപ്പന നടന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വസ്തു ഇടപാട് നടത്തുന്നതിനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിന്റെ ശക്തിയിൽ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നടന്നതിനെ ഓർത്തുറക്കെ വിളിക്കാം, ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പ്രിൻസി. ഞാൻ വെളിമാനം ഇടവകാംഗമാണ്. എൻ്റെ മക്കൾക്ക് കിട്ടിയ 2 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മോൾ BSc നഴ്സിംഗ് 3rd ഇയർ വിദ്യാർത്ഥിയായി മുരുടേശ്വരത്ത് പഠിക്കുന്നു. അവിടെ വെച്ച് അവൾക്ക് അതിശക്തമായ വയറുവേദനയും ഛർദിയുമായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അപ്പൻഡിക്സ് ആണെന്നും കിഡ്നി സ്റ്റോൺ 3 എണ്ണം ഉണ്ടെന്നും പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ സർജറി വേണ്ടിവരുമെന്നും പറഞ്ഞു. ഞങ്ങൾ മോളോട് പറഞ്ഞു നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്താമെന്ന്. ഞങ്ങൾ കണ്ണൂർ AKG ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആ സ്കാനിങ് പ്രകാരം ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല എന്ന് സർജൻ ശ്രീനിവാസൻ ഡോക്ടർ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയ വഴി പ്രാർത്ഥിച്ചു.
സർജറി കൂടാതെ മോൾ സുഖപ്പെടുത്തുകയാണെങ്കിൽ ആവില പള്ളിയിൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്നും നേർന്നു. ഡോക്ടർ CT സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സുമില്ല, കിഡ്നി സ്റ്റോണുമില്ല, ഫുഡ് ഇൻഫെക്ഷനാണ്. 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സ്റ്റാർ ഹെൽത്ത് ഉണ്ടായിരുന്നു. 2 സ്കാനിങ്ങിലും വ്യത്യസ്തമായ റിപ്പോർട്ടായതുകൊണ്ട് മുഴുവൻ പൈസയും അടയ്ക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. 25,000 രൂപ ബില്ല് വന്നു. ഞാൻ ഫാർമസിയുടെ മുമ്പിലിരുന്ന് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു പൈസയും നിങ്ങൾ അടയ്ക്കേണ്ട, ഡിസ്ചാർജ് ആയിക്കൊള്ളാൻ ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മകൻ അമൽ IELTS ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. 2023 സെപ്റ്റംബറിലാണ് പാസ്സായത്. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. പക്ഷേ പിന്നീട് തടസ്സങ്ങൾ മാത്രമായിരുന്നു. 2024 മാർച്ച് മാസത്തിൽ അമലിൻ്റെ ഫ്രണ്ട് മുഖേന ജർമ്മനിക്ക് ആപ്ലിക്കേഷൻ അയച്ചു. സെപ്റ്റംബറിൽ ബ്ലോക്ക് അക്കൗണ്ട് ആയി 11.5 ലക്ഷം രൂപ നൽകണമെന്ന് പറഞ്ഞു. പൈസ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഏജൻസി പറഞ്ഞു കൊടുത്ത കോഴ്സുകൾ റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. 30,000 രൂപ കൊടുത്ത് വേറെ കോഴ്സ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ റാപ്സൻ അച്ഛൻ്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞു. എത്രയും പെട്ടെന്ന് മോന് പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ ആശീർവദിച്ചു. ഒക്ടോബർ മാസം അമ്മ ത്രേസ്യയുടെ പെരുന്നാൾ തുടങ്ങിയപ്പോൾ തന്നെ അവൻ്റെ വിസ വന്നു. ഒക്ടോബർ 23 അവൻ ജർമ്മനിയിലേക്ക് പോയി. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1 കോടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് അൻഡു. ഞാൻ മാങ്ങോട്ടിൽ നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ 3 അനുഗ്രഹങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അമ്മയുടെ കാലിൻ്റെ നീര് പൂർണ്ണമായും മാറിക്കിട്ടി. 2ാമത്തെ അനുഗ്രഹം, എൻ്റെ ഹസ്ബൻഡിന് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും പൂർണ്ണമായും മാറിക്കിട്ടി. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. 3ാമത്തെ അനുഗ്രഹം, എൻ്റെ നേഴ്സിംഗ് എക്സാം പാസ്സാകാൻ ഈശോ എന്നെ അനുവദിച്ചു. ഈ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ബീന, സ്ഥലം കൊളക്കാട്. ഞങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീട് തന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് തന്നെ എനിക്ക് നല്ലൊരു വീട് ഒരുക്കി തന്നു. അത് തന്നനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രാർത്ഥിച്ച അന്ന് തന്നെ കർത്താവ് വീട് ഒരുക്കി കൊടുത്തതിനെ ഓർത്തുറക്കെ വിളിക്കാം. ഈശോയേ. ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഷാൻഡി, സ്ഥലം കരിക്കോട്ടക്കരി. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 കീമോ ചെയ്തപ്പോഴും ഉണ്ടായിരുന്ന ഛർദിയും പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അച്ഛനൊരു മിഠായി തന്ന് പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ എനിക്ക് ഒത്തിരി രോഗസൗഖ്യമുണ്ടായി. 2023 ഡിസംബർ 31 അച്ഛൻ്റെ കയ്യിൽ നിന്നും കോയിൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ പണത്തിന് യാതൊരു തടസ്സവും വന്നിട്ടില്ല. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കീമോ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഛർദി മിഠായി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ.
അപ്പൊ പ്രിയപ്പെട്ടവരെ, യേശുനാമത്തിൽ നമ്മളൊരു മിഠായി കഴിച്ചാലും അത് സൗഖ്യമായിട്ട് ഹല്ലേലൂയ ഒക്കെ വിളിക്കാം. ഈശോയേ, ഛർദി മാറുന്ന മിഠായി തീർന്നു പോയി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്ന. ഞാൻ പയ്യാവൂർ സ്വദേശിയാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് പരീക്ഷകൾ കഴിഞ്ഞിട്ടും കിട്ടാത്തതിനാൽ ഞാൻ സങ്കടപ്പെട്ട സമയത്താണ് ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചത്. ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് ജോലി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാൻ. ജോലി തടസ്സം മാറാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്തുറക്ക വിളിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മീവൽ, കുന്നോത്ത് നിന്നും വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എനിക്കും എൻ്റെ അനിയത്തി മിഥുനയ്ക്കും വേണ്ടിയാണ്. കഴിഞ്ഞ ഒക്ടോബർ 28-നായിരുന്നു ഞങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ ഒരു തടസ്സങ്ങളോ ടെസ്റ്റിൽ ഫെയിലാകുമോ ചെയ്തില്ലെങ്കിൽ ആവിലാപ്പള്ളിയിൽ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നായിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾ 2 പേരും ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒരു തടസ്സവും കൂടാതെ 2 വീലർ 4 വീലർ പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ബന്ധിതനായ ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് എൽസമ്മ, സ്ഥലം കച്ചേരിക്കടവ്. എൻ്റെ മകൾ സൗമ്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. 1 വർഷത്തോളമായി അവൾ ഇസ്രായേലിൽ പോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. കൂടെ ശ്രമിച്ചവരെല്ലാം പോയി. ഞാൻ ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾ ഡിസംബർ 7-ാം തീയതി ഇസ്രായേലിൽ പോകുകയും അവിടെ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ, കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിയ, സ്ഥലം എടൂർ. ജർമ്മൻ B2-വിന് സെന്റർ കിട്ടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം 29/12/2024 ഞാൻ ആവിലായിൽ വന്ന് സാക്ഷ്യം എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയും മുട്ടിൽ വലിയുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ 30/12/2024 എനിക്ക് എക്സാമിന് സെന്റർ തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 29-ാം തീയതി ഞായറാഴ്ച ഒന്ന് പ്രാർത്ഥിച്ചു. 30-ാം തീയതി പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുത്തു. ഉറക്കെ വിളിക്കാം. ഈശോയേ, ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മോളി, വെളിമാനത്ത് നിന്നും വരുന്നു. എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിത് എഴുതുന്നത്. 8-ാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ പുക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ടെന്നും അതിനാൽ ഓപ്പറേഷൻ വേണമെന്നും ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മുട്ടിലിഴഞ്ഞു പ്രാർത്ഥിക്കുകയും നിയോഗം എഴുതി കെട്ടിയിടുകയും ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ മാസം 30-ാം തീയതി സുഖപ്രസവത്തിലൂടെ ഒരാൺകുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 8-ാം മാസത്തിൽ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് യേശുനാമത്തിൽ പ്രാർത്ഥിച്ചു. ആ ചുറ്റുകളൊക്കെ, ആ ബന്ധനങ്ങളൊക്കെ ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകളാൽ അഴിയുകയും പ്രസവത്തിലൂടെ കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിനെ ഓർത്തുറക്കെ വിളിക്കാം. ഈശോയേ, അത്ഭുതമാം
അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ പേര് ഷാലി. ഞാൻ മടമ്പത്ത് നിന്ന് വരുന്നു. ഇവിടെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് പയ്യാവൂരാണ്. അവർക്ക് വേണ്ടി സാക്ഷ്യം പറയുകയാണ്. അവളുടെ പേര് മനു. പിന്നെ ഇവിടെ കെട്ടിച്ചു വിട്ടിട്ട് 7 വർഷമായിരിക്കുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. ഞാനിവിടെ വന്ന് മുട്ടയെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇവൾക്കൊരു പെൺകുഞ്ഞിന് ദൈവം കൊടുത്തു. കർത്താവ് 7 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് അങ്ങനെ പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എഴുന്നേറ്റില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചോറക്കത്തിലാണെങ്കിലും മുടി കയറി പിടിച്ചെന്നുള്ള. ഹല്ലേലൂയ. സന്താന സൗഭാഗ്യത്തിന്റെ മറ്റൊരു സാക്ഷ്യം കൂടെ നമുക്ക് കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോമിഷ. ഞങ്ങൾ വരുന്നത് അടയ്ക്കാത്തോട് നിന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ 2023 നവംബർ മാസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഡിസംബറിന് മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ഉണ്ണി പിറക്കുമെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 2024 ഒക്ടോബർ 9-ാം തീയതി ഒരു ആൺകുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, അമ്മ തെരേസയുടെ തിരുനാളിന് മുമ്പ് തന്നെ കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. 4 വർഷത്തിനിടയിൽ ഇവർക്ക് 3 പ്രാവശ്യം മിസ്കാരേജ് ആയി. കുട്ടി ഉണ്ടാകുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആ കുട്ടി നഷ്ടപ്പെടുന്നു. വീണ്ടും കൺസീവ്ഡ് ആവുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കുഞ്ഞ് നഷ്ടപ്പെടുന്നു. 3ാമതും പ്രഗ്നന്റ് ആവുന്നു. കുട്ടി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം ഒത്തിരി വേദനയുടെ, ഒത്തിരി മനസ്സിനൊക്കെ ഒത്തിരി ഭാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ജോമിഷയും ജിബിനും കൂടെ ഇവിടെ വരികയും കഴിഞ്ഞ നവംബർ മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞതുപോലെ അടുത്ത വർഷം നിനക്ക് ഈ സമയത്ത് എന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന് കർത്താവ് അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. യേശുനാമം അവർക്ക് അനുഗ്രഹമായി മാറി. കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് അവർക്ക് വിളിക്കാം. ഈശോയേ അന്തർ കണ്ടതും കേട്ടതും യേശുനാമത്തിൽ മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. വിളിക്കാൻ സന്താന സൗഭാഗ്യത്തിന്റെ മറ്റൊരു സാക്ഷ്യം കൂടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കഴിഞ്ഞ 8 വർഷങ്ങളായി കർത്താവ് 800-ലധികം കുഞ്ഞുങ്ങളെ കർത്താവ് നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ദമ്പതികൾക്ക് കർത്താവ് അത്ഭുതകരമായിട്ട് നൽകിയതിനൊക്കെ ഓർത്ത് നമുക്ക് കൈയടിച്ച് എന്ന് പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പരിശുദ്ധമായ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് വത്സമ്മ. ഞാൻ ചെടുക്കളം ഇടവക അംഗമാണ്. എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞുണ്ടാകത്തതിൽ വളരെ വിഷമത്തിലായിരുന്നു ഞങ്ങൾ. ഈ ആഴ്ചയിലുള്ള എല്ലാ വ്യാഴാഴ്ചയിലുള്ള ധ്യാനത്തിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ 2 മക്കളും പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു, ഈശോയുടെ സമാധാനം ഞങ്ങളിൽ നിറയുന്നു എന്ന് നിങ്ങൾ പരസ്പരം തോളോട് തോള് മുഖാമുഖം തോളോട് തോളി കൈവച്ച് 101 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയും കൂടാതെ ആവിലായിലെ അമ്മ തെരേസയുടെ തിരുനാളിൽ പങ്കെടുത്ത് ഉരുൾനേർച്ച നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി നവംബർ മാസത്തിൽ എൻ്റെ മോള് പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. ആ മാസം തന്നെ അവർ 2 പേരും ലീവിന് നാട്ടിൽ വന്നു. അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് തിരിച്ചുപോയി. ഈ സങ്കീർത്തനം പറയുന്നത് പോലെ മക്കൾ ദൈവത്തിൻ്റെ ദാനവും ഉദരഫലം ഒരു സമ്മാനവുമാണ്. അതുപോലെ നമ്മുടെ റാബ്സനച്ചൻ പറയാറില്ലേ, ശക്തമായി നമ്മൾ അതരം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കത്ത് ഒരു കുഞ്ഞിനെ ഈശോ തരും. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാബ്സനച്ചനും 1 കോടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് പറയാം. പ്രിയപ്പെട്ടവരെ, 3 വർഷമായി വിവാഹം കഴിഞ്ഞ് 3 വർഷമായ ദമ്പതികൾക്ക് കർത്താവ് ഇവര് 2024 നിയോഗമായിരുന്നു സന്താന സൗഭാഗ്യം എന്നുള്ളത്. 2023 ഉരുൾനേർച്ച കഴിഞ്ഞപ്പോൾ ആ നിയോഗം നമ്മൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവര് നേർന്ന് പ്രാർത്ഥിക്കുകയും ഉരുൾനേർച്ചയിലൊക്കെ പങ്കെടുത്ത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ 2024 ജൂലൈ 13 കർമ്മല മാതാവിന്റെ തിരുനാളിന് മുമ്പ് കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഉറക്കെ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ന്യൂ ഇയർ ആയിട്ട് കർത്താവ് നമുക്ക് വീണ്ടും കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. എന്റെ പേര് സ്നേഹ. ഞാൻ ചെങ്ങം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഹസ്ബൻഡിന്റെ പേര് നിതിൻ. ഞങ്ങൾക്ക് 3 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 2023 ഡിസംബറിൽ അച്ഛനെ വന്ന് കണ്ടു. മുട്ട വഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, അടുത്ത 2024 ഡിസംബർ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാ ദിവസവും 33 പ്രാവശ്യം ഈശോ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന് പ്രാർത്ഥനയും 101 പ്രാവശ്യം യേശു നമ്മെ വിളിച്ച് പ്രാർത്ഥിക്കാനും പറഞ്ഞു. എല്ലാ ദിവസവും കിടക്കുമ്പോൾ പരസ്പരം കൈകൾ അപ്പുറത്തും ഇപ്പുറത്തും തോളിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 2024 ജനുവരി 21 ഞാൻ കൺസീവായി. അതിനുശേഷം സ്കാനിങ് ഒക്കെ ചെയ്തു. അതിൽ ക്ലാസിന്റെ താഴോട്ട് ഇറങ്ങി വരുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 10 ഞാൻ 8 മാസം പൂർത്തിയായ ദിവസം അന്ന് രാത്രി എനിക്ക് ചെറിയൊരു ബ്ലീഡിംഗ് ഉണ്ടായി. സ്പോട്ടിംഗ് ആയിരുന്നു. ഞാൻ തൊക്കിലങ്ങാടി ക്രിസ്തുരാജ ഹോസ്പിറ്റലിൽ ഡോക്ടർ റീനേനെയായിരുന്നു കാണിക്കുന്നത്. സിസ്റ്റർക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞു 8 മാസം പൂർത്തിയായതിന്റെ ഇതായിരിക്കും, പേടിക്കാനൊന്നുമില്ല, കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അന്ന് ശനിയാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു പാഡൊക്കെ വെച്ച് ഞാൻ കിടന്നു. 2 സെക്കൻഡ് കൊണ്ട് ഒരു വെള്ളം പോകുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ വയറ്റിലുണ്ടായിരുന്ന വെള്ളം മൊത്തം പോയി. സിസ്റ്റർക്ക് മെസ്സേജ് അയച്ചു. സിസ്റ്റർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് സിസ്റ്റർ ഉള്ളൊക്കെ പരിശോധിച്ച് പറഞ്ഞു 3/4 ഭാഗത്തോളം വെള്ളം പോയി. പിന്നെ നോർമൽ പ്രസവത്തിനുള്ള സമയമായി. പിന്നെ 1 മാസത്തെ കൊച്ചിന് എന്തായാലും വളർച്ചക്കുറവുണ്ടാകും. പിന്നെ നോർമൽ പ്രസവം ആയതുകൊണ്ട് പിന്നെ
വേറെ പ്രശ്നം കൊച്ചിന് 95% കൊച്ചിന് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇവിടെ വെന്റിലേറ്റർ സൗകര്യം ഇല്ല. അമ്മ ഇവിടെയും കൊച്ചു വേറെ ഹോസ്പിറ്റലിലേക്ക് ഇൻകേസ് പ്രശ്നം എന്തായാലും ഉണ്ടായാൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാതെ സിസ്റ്റർ കണ്ണൂർ ധനലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. ഓഗസ്റ്റ് 11 2024 ഞങ്ങൾ 12 മണിയായപ്പോഴത്തേനും രാത്രി പുലർച്ചെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. നേരെ എന്നെ ലേബർ റൂമിലേക്ക് കയറ്റി. 1:30 എന്നെ ലേബർ റൂം പ്രസവത്തിനായിട്ട് കയറ്റി. 2:20 ഞാൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പുലർച്ചെ. പിന്നെ നേരെ കുഞ്ഞിനെ എടുത്തു. കുഞ്ഞ് കരഞ്ഞില്ല, സക്ഷനൊക്കെ ചെയ്തു. എന്നിട്ടും കുഞ്ഞ് കരഞ്ഞില്ല. ഞാൻ കുഞ്ഞിനെ കണ്ടില്ല. നേരെ കൊച്ചിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇടിപ്പൊക്കെ കുറവായിരുന്നു. പിന്നെ കൊച്ചു കരയാത്തത് കൊണ്ട് എല്ലാവർക്കും അറിയാം CPR അത് കൃത്രിമശ്വാസം കൊടുത്തിട്ടാണ് കുഞ്ഞ് കരഞ്ഞത്. പിന്നെ എന്നിട്ട് കൊച്ചിന്റെ കണ്ടീഷൻ 3 ദിവസത്തോളം കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. കുഞ്ഞിന് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാൽസ്യത്തിന്റെ അളവ് കൂടുതലായിരുന്നു, സോഡിയം കുറവായിരുന്നു, തലച്ചോറിൽ വളർച്ചക്കുറവ്, ഞരമ്പ് തടിക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ കിഡ്നിയുടെ 2 സൈഡിലും നീർക്കെട്ടുണ്ടായിരുന്നു. അപ്പം ആ നീർക്കെട്ട് മാറിയില്ലെങ്കിൽ യൂറോസിനെ കാണിക്കാൻ പറഞ്ഞു. യൂറോസ് കണ്ടു. നീർക്കെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാറിയില്ലെങ്കിൽ അത് ട്യൂബ് ഇട്ട് കരിച്ച് കളയണമെന്ന് പറഞ്ഞു. പിന്നെ കൊച്ചിന്റെ വലത് കാലം അനക്കുന്നില്ലായിരുന്നു. അപ്പം ഹിപ്പിന്റെ ഒരു സ്കാനിങ് ചെയ്തു. അതിലെല്ലാം നോർമലായിരുന്നു. അപ്പം മുന്നോട്ട് ഹിപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കാലം അനക്കുന്നില്ലെങ്കിൽ നമുക്ക് ബാക്കി അതിന്റെ നോക്കാമെന്ന് പറഞ്ഞു. വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കാണിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചിനെ കണ്ണിന് അപ്പം മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ട് കണ്ണിന് വളർച്ചക്കുറവുണ്ടാവും, തടിപ്പൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ തന്നെ കണ്ണൂർ ജ്യോതിസ് എന്ന് പറഞ്ഞൊരു ഐ കെയർ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചോ പറഞ്ഞു ചെറിയൊരു ഞരമ്പിന് പ്രശ്നമുണ്ടായിരുന്നു, രക്തം കെട്ടുന്ന അസുഖമുണ്ട്. അപ്പം 1 മാസം കഴിഞ്ഞ് നിങ്ങൾ വരണം. 1 മാസം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് കണ്ണിന്റെ ആ പ്രശ്നം മാറിയില്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. വെന്റിലേറ്ററിൽ നിന്നും ഓക്സിജനിലേക്ക് മാറ്റി. ഓക്സിജനിൽ നിന്നും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മാറ്റി. അങ്ങനെ കൊച്ചിനെ ഞാൻ 11-ാം തീയതി പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ ഞാൻ കാണുന്നത് 16-ാം തീയതിയാണ്. എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഓക്സിജന്റെ ഓക്സിജൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പാല് കുടിക്കാനായിട്ടാണ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരുന്നത്. അന്നാണ് ഞാൻ കൊച്ചിനെ കാണുന്നത് തന്നെ. എന്നിട്ട് 18-ാം തീയതി ഞങ്ങളെ ഓക്സിജനും എല്ലാം സ്റ്റോപ്പ് ചെയ്ത് റൂമിലോട്ട് മാറ്റി. 19-ാം തീയതി ഡോക്ടർ വന്നു. മഞ്ഞ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മഞ്ഞ ഉണ്ടായിരുന്നു കൊച്ചിന്. അങ്ങനെ ഫോട്ടോതെറാപ്പിയിലേക്ക് വീണ്ടും കൊച്ചിനെ കൊണ്ടുപോയി. 2 ദിവസം വെച്ച് ഫോട്ടോതെറാപ്പിയിലായിരുന്നു. അങ്ങനെ 21-ാം തീയതി ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ 1 മാസം കഴിഞ്ഞ് സ്കാനിങ്, കിഡ്നിയുടെ അത് കരിയിച്ച് കളയണമെന്ന് പറഞ്ഞു, തടിപ്പുണ്ടെങ്കിൽ അത് കുറഞ്ഞില്ലെങ്കിൽ. അങ്ങനെ സ്കാനിങ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. കിഡ്നിയുടെ സ്കാനിങ് ചെയ്തു. അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം മമ്മി റാവസ്ഥന അച്ഛന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടായിരുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പേടിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. ഒത്തിരി നാള് കാത്തിരുന്ന് കഴിഞ്ഞ ഡിസംബറിലല്ലേ നമ്മള് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ണ് കാണിക്കാൻ ചെന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും കണ്ണ് കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 80% കണ്ണിന്റെ പ്രശ്നം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കണ്ണിന്റെ കാര്യം ടെസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ കിഡ്നിക്ക് പ്രയാസം, കിഡ്നിയിലെ തടിപ്പ്, കണ്ണിലെ ബ്ലഡ് ക്ലോട്ട് ആവുന്നു, കാലനങ്ങുന്നില്ല, ശ്വാസം ലഭിക്കുന്നില്ല. അങ്ങനെയുണ്ട്. 2024 നവംബറില് കൊച്ചിനെയും കൊണ്ട് വീണ്ടും 3ാമത് കിഡ്നിയുടെ സ്കാനിങ് ചെയ്യാൻ പോയി. അന്ന് സ്കാനിങ് ചെയ്തു, നോർമലായിരുന്നു. ഇനി ഫോളോ അപ്പിന് പോലും ചെല്ലണ്ടെന്ന് പറഞ്ഞു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കർത്താവ് സന്താന സൗഭാഗ്യം നൽകി. കുഞ്ഞിനുണ്ടായിരുന്ന അനേകം പ്രയാസങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ ഓരോ ബുദ്ധിമുട്ടും വലിയ പ്രയാസങ്ങളാണ്. അതെല്ലാം കർത്താവ് എടുത്തു മാറ്റി ഇപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ, ക്രിസ്തുമസിന് മുമ്പ് തന്നെ കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. കാലിത്തൊഴുത്തിൽ ഈശോ പിറന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് ഒക്കെ കർത്താവ് കുഞ്ഞിനെ ജീവനെ അയച്ചു തരുന്നതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം.
ഈശോയേ, ഈശോയേ. ഈശോയേ, കൊച്ചു ചിരിക്കുന്നുണ്ടോ? ഈശോയേ. ഈശോയേ, കൊച്ചു കരഞ്ഞ എന്താന്ന് മനസ്സിലായോ? ഇവിടെ വന്ന് ഇത്തരം നേരമായിട്ട് അച്ഛൻ എടുക്കാത്തത് കൊണ്ട് കൊച്ചു കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വലിയൊരു സാക്ഷ്യം കൂടെ നമുക്കിന്ന് കേൾക്കാൻ കർത്താവ് ഇടവരുത്തുകയാണ്. ഒരു 4 ആഴ്ച മുമ്പ് 3-4 പേര് പൊക്കിയെടുത്തുകൊണ്ട് വന്ന മോഹനൻ ചേട്ടനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ അടുത്ത് കർത്താവിന് ഈശോയെ, എൻ്റെ പേര് മോഹനൻ. ഞാൻ കണിച്ചാർന്നായിരുന്നു. ബി പി കൂടി പോയിട്ട് 3 മാസമായിട്ട് ഇന്ദിരാഗാന്ധിയിലായിരുന്നു. അത് കഴിയുമ്പോൾ അവിടെ നിന്ന് പോന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പളക്കാളെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാം കുറഞ്ഞു. ഇപ്പം നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പം നടക്കാനായി, കൈക്ക് കാലിനുമായിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 3 മാസം മുമ്പ് സ്ട്രോക്ക് വന്ന് കിടപ്പായി പോയ മോഹനൻ ചേട്ടൻ, കണിച്ചാറാണ് വീട്. ഒരു ഞായറാഴ്ച, അതായത് 3 ആഴ്ച മുമ്പ് ഒരു ഞായറാഴ്ച ഈ സഹോദരനെ ഇവിടെ വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ഇവിടെ പള്ളിയിൽ ഇരുത്തി. അന്ന് തന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് പൊക്കിയെടുത്ത് അച്ഛന്റെ മുറിയിൽ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ നടക്കാൻ പറ്റുന്ന വിധത്തിൽ ആയിട്ടാണ് ഇവിടുന്ന് തിരികെ പോയത്. കഴിഞ്ഞ 3 ആഴ്ചകളിലും സഹോദരൻ ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു 3 ആഴ്ച മുമ്പ് ഈ സഹോദരനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന, അന്ന് അത് കണ്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചു പേരിവിടെ ഉണ്ട്, കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് ഒത്തിരി 3 മാസങ്ങൾ, 1 മാസം ആശുപത്രിയിലേക്ക് കിടന്നു. പിന്നെ 2 മാസം ഫിസിയോതെറാപ്പി ചെയ്തിട്ടൊന്നും വീട്ടിൽ തന്നെ, മുറിയിൽ തന്നെ ടോയ്ലറ്റിലൊക്കെ പോകുന്ന ഒരവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന മോഹനൻ ചേട്ടന് ഇപ്പൊ ഒരാളും പിടിക്കാതെ തന്നെ, ഇപ്പോൾ അന്ന് തന്നെയല്ലേ 2-3 അന്ന് തന്നെ നടക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടാണ് 2-3 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാം എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും ശാന്തമായതും യേശുനാമത്തിൽ